രാഹുൽ ഗാന്ധി പുറത്തു കൊണ്ടുവന്ന ഈ വോട്ട് കൊള്ളയുടെ കാര്യത്തിൽ ഒന്നിച്ചു നിൽക്കാൻ ഇന്ത്യ സഖ്യം തീരുമാനിച്ചിരിക്കുക. അവർ പലപ്പോഴും വ്യക്തിനിഷ്ഠമായ അല്ലെങ്കിൽ ഇഷ്യൂ ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളിലാണ് ഒന്നിച്ചു നിൽക്കുകയോ ചിലപ്പോൾ വ്യത്യസ്ത അഭിപ്രായം പുറപ്പെടുവിക്കുകയോ ചെയ്യുന്നത്. ഈ കാര്യത്തിൽ ഒന്നിച്ചു നിൽക്കാമെന്ന് അവരെല്ലാവരും തീരുമാനിച്ചിരിക്കുക. കാരണം അതല്ലാതെ അവർക്ക് വഴിയില്ല. ഒന്നിച്ചു നിൽക്കുന്നില്ലെങ്കിൽ ഇനി വരും തെരഞ്ഞെടുപ്പുകളിൽ ഇത് ആവർത്തിക്കും. ഇപ്പോൾ തന്നെ BJP സർക്കാരിന് 2029 തെരഞ്ഞെടുപ്പിന് മുമ്പായിട്ട് ലോക്സഭാ സീറ്റുകൾ പുനഃക്രമീകരിക്കാൻ ഡീലിമിറ്റേഷന് അവർ ഉദ്ദേശിക്കുന്നുണ്ട്. ഇപ്പോഴത്തെ ലോക്സഭാ സീറ്റുകളുടെ എണ്ണം 800 ആക്കണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. അതിനുള്ള ശ്രമങ്ങൾ അവർ അണിയറയിൽ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോ ഇത്തരം നീക്കങ്ങളുമായിട്ട് മുന്നോട്ട് പോകാൻ ഭരണകക്ഷിയായ BJPയെയും NDAയെയും അനുവദിക്കുകയാണെങ്കിൽ ഇന്ത്യ സഖ്യത്തിലെ കക്ഷികളുടെ നിലനിൽപ്പ് പോലും അപകടത്തിലാവും. അതുവരെ മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് 11-ാം തീയതി അവർ ഇലക്ഷൻ കമ്മീഷൻ ഓഫീസിലേക്ക് ഇന്ത്യ സഖ്യത്തിൽപ്പെട്ട പാർട്ടികളുടെ MP-മാരുടെ ഒരു പ്രകടനം നിശ്ചയിച്ചിരിക്കുക. അതിനുശേഷം പാർട്ടി നേതാക്കൾ ഇലക്ഷൻ കമ്മീഷനെ കാണും. ഈ വിഷയവുമായി മുന്നോട്ട് പോകാൻ തന്നെ അവർ തീരുമാനിച്ചിരിക്കുകയാണ്. പറഞ്ഞല്ലോ, അവർക്ക് വേറെ വഴിയില്ല. എന്താണ് മഹാരാഷ്ട്രയിൽ നടന്നത് ഒന്ന് ആലോചിച്ച് നോക്കൂ. 48 ലോക്സഭാ സീറ്റുകളിൽ 30 എണ്ണം ഇന്ത്യ സഖ്യം നേടിയതാ. പക്ഷേ 5 മാസം കഴിഞ്ഞ് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 288-ൽ 46 സീറ്റുകൾ മാത്രമാണ് ലഭിച്ചത്. എങ്ങനെയാണ് 5 മാസം കൊണ്ട് ജനവിധി അല്ലെങ്കിൽ ജനങ്ങളുടെ നിലപാട് ഈ രീതിയിൽ മാറും? 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആകെ വോട്ടർമാരുടെ എണ്ണം 9.29 കോടിയായിരുന്നു. അത് കഴിഞ്ഞ് 2024 നവംബറിൽ 5 മാസം കഴിഞ്ഞ് വിധാനസഭയിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ വോട്ടർമാരുടെ എണ്ണം 9.7 കോടിയായി വർദ്ധിച്ചു. അതായത് 5 മാസം കൊണ്ട് 41 ലക്ഷം വോട്ടർമാരുടെ വർധന. 5 മാസം കൊണ്ട്. ഇതെങ്ങനെയാണ് സംഭവിക്കുക? സർക്കാരിന്റെ കണക്കനുസരിച്ച് തന്നെ മഹാരാഷ്ട്ര സംസ്ഥാനത്തെ പ്രായപൂർത്തിയായവരുടെ എണ്ണം 9.54 കോടി മാത്രമാണ്. പക്ഷെ അവിടുത്തെ വോട്ടർ പട്ടികയിലുള്ള വോട്ടർമാരുടെ സംഖ്യ അല്ലെങ്കിൽ എണ്ണം 9.7 കോടിയാണ്. ഇതാണ് മഹാരാഷ്ട്രയിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നടന്നത്. അന്ന് ഇക്കാര്യം രാഹുൽ ഗാന്ധി പറഞ്ഞപ്പോൾ എല്ലാവരും കൂടെ അദ്ദേഹത്തെ പരിഹസിച്ച് ചിരിക്കുകയാണ് ഉണ്ടായത്. NDAക്കാരടക്കം BJPക്കാരടക്കം എല്ലാവരും അദ്ദേഹത്തെ പരിഹസിച്ചു. ഇപ്പോഴതിൻ്റെ എല്ലാം വസ്തുതകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു സംസ്ഥാനത്ത് പ്രായപൂർത്തിയായവരെക്കാൾ കൂടുതൽ വോട്ടർമാരുടെ ഒരു അവസ്ഥ അതെങ്ങനെ സംഭവിക്കും? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇന്ത്യ സഖ്യത്തിലെ പാർട്ടികൾ ഒന്നിച്ചു നിന്നില്ലെങ്കിൽ അവരുടെ നിലനിൽപ്പ് തന്നെ അവതാളത്തിലാവും. രാഹുൽ ഗാന്ധി മുന്നോട്ട് വെച്ച ഈ പ്രശ്നം വോട്ടുകൊള്ള, ഇക്കാര്യത്തിൽ കേരളത്തിലെ CPM എങ്ങനെയാണ് പ്രതികരിക്കുന്നതെന്ന് ഇനിയും സത്യം പറഞ്ഞാൽ വ്യക്തമായിട്ടില്ല. MAB ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ സംസ്ഥാന പാർട്ടി നേതാക്കളിൽ നിന്ന് ശ്രദ്ധിക്കത്തക്ക രീതിയിലുള്ള ഒരു പ്രതികരണം ഇതുവരെ കണ്ടില്ല. പക്ഷെ ഒരു സൂചന നമുക്ക് മനസ്സിലായത് ഇന്നലത്തെ ദേശാഭിമാനി പത്രമാണ്. കേരളത്തിലെ മുഴുവൻ പത്രങ്ങളും ഇത് ഇന്നലത്തെ പ്രധാനപ്പെട്ട വാർത്തയാക്കിയപ്പോൾ, മലയാള പത്രങ്ങൾ മുഴുവൻ അങ്ങനെ ചെയ്തപ്പോൾ, ദേശാഭിമാനി മാത്രം അത് വളരെ അപ്രധാനമായിട്ട് രാഹുൽ ഗാന്ധി എന്തോ ഒരു ആരോപണം ഉന്നയിച്ചു എന്ന മട്ടില് താഴെയാണ് കൊടുത്തിരിക്കുന്നത്. അവരുടെ 1-ാം പേജിലെ പ്രധാന ഹെഡിങ് ശീർഷകം കേരളത്തിന് കനത്ത ആഘാതം എന്നുള്ളതാണ്. അതായത് ട്രംപിന്റെ ഇരട്ട തീരുമാനം അത് കേരളത്തെ എങ്ങനെ ബാധിക്കും? അതിന്റെ സബ്ഹെഡിങ് ആയിട്ട് തെരുവുകൾ തോറും CPM പ്രതിഷേധം നിറയ്ക്കുമെന്നൊരു ഭീഷണിയുണ്ട്. ട്രംപിനുള്ളൊരു ഭീഷണിയാണ്. ഇത് കേട്ട് അല്ലെങ്കിൽ ഇതറിഞ്ഞാൽ CPM ഇങ്ങനെ കേരളത്തിലെ തെരുവുകളിൽ മുഴുവൻ പ്രതിഷേധം നടത്തുന്നു എന്നറിഞ്ഞാൽ ഒരുപക്ഷെ ട്രംപ് ഇരട്ട തീരുമാനം പിൻവലിച്ചേക്കും, റദ്ദാക്കിയേക്കും. ആ രീതിയിലാണ് ആ ഹെഡിങ് വന്നിരിക്കുന്നത്. അതേസമയം ബംഗാളിലെ ദേശാഭിമാനി CPMന്റെ മുഖപത്രം ഗണശക്തി 1-ാം പേജിൽ പ്രധാന വാർത്തയായിട്ട് ഇത് നൽകിയിട്ടുണ്ട്. ജനാധിപത്യത്തിന്റെയും ഭരണഘടനയുടെയും സംരക്ഷണത്തിനായി രാഹുൽ ഗാന്ധി എന്തു ചെയ്താലും എന്തു പറഞ്ഞാലും കേരളത്തിലെ CPM സഖാക്കൾക്ക് അതത്ര ബോധിക്കില്ല. ഇവിടെ ഈ സോഷ്യൽ മീഡിയയിൽ ഇടതുപക്ഷ ഹാൻഡിലുകൾ അല്ലെങ്കിൽ അവരുടെ പോരാളികൾ ലക്ഷക്കണക്കിന് ആളുകളുണ്ട്. അവരൊക്കെ ഈ സംഘപരിവാരത്തെ അങ്ങനെ കുത്തിക്കീറാൻ നിൽക്കുന്നവരാ. പക്ഷേ ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ചരിത്രത്തിൽ തന്നെ ഒരു പ്രധാനപ്പെട്ട സംഭവം, അതായത് വോട്ട് കൊള്ള, അതിന്റെ കൃത്യമായ തെളിവുകളുമായിട്ട് രാഹുൽ ഗാന്ധി വന്നിട്ടും പ്രതീക്ഷിച്ച പ്രതികരണം അവരിൽ നിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. ഇതിലൊക്കെ ചില ന്യായീകരണങ്ങളും ചിലർ പറയുന്നുണ്ട്. പ്രിയങ്ക ഗാന്ധിയും അതിനു മുമ്പ് രാഹുൽ ഗാന്ധിയും കേരളത്തിൽ മത്സരിച്ചത് എന്തിനാ? CPMഉം
CPM-നോട് ചേർന്ന് നിൽക്കുന്ന പാർട്ടികളും ഇന്ത്യ സഖ്യത്തിലെ ഘടക കക്ഷികളല്ലേ? അതൊക്കെ വലിയൊരു പാതകമായിട്ട് ഇവിടെ ചിത്രീകരിക്കുക. ഈ സന്ദർഭത്തിൽ നമുക്കറിയാമല്ലോ, ഇവിടെ LDF-ഉം UDF-ഉം തമ്മിലാണ് മത്സരം. അതുകൊണ്ട് ഇന്ത്യ സഖ്യത്തിൽ CPM ഉണ്ട്, CPI ഉണ്ട് എന്നുള്ളത് കൊണ്ട് രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും കേരളത്തിൽ മത്സരിക്കാൻ പാടില്ല എന്ന് പറയാൻ പറ്റുമോ? ഇപ്പോഴും ഇതൊരു വലിയ പ്രധാന ഇഷ്യൂ ആയിട്ട് എഴുന്നള്ളിച്ചുകൊണ്ടിരിക്കുകയാണ്. രാഹുൽ ഗാന്ധി ചെയ്യുന്നതൊക്കെ ശരിയാണെന്നൊരു തോന്നലുണ്ട്. പക്ഷെ അതിനങ്ങോട്ട് അനുകൂലിക്കാൻ വയ്യ, അതിനെ പിന്താങ്ങാൻ വയ്യ. കൂട്ടത്തിൽ CPM-ലെ ഒരു ബുദ്ധിമാൻ ഇന്നലെ പറഞ്ഞൊരു കാര്യം വളരെ രസകരമായിട്ട് തോന്നി. അദ്ദേഹം ഒരു തീരുമാനമെടുത്തിരിക്കുക, ഈ രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി മുതലായവരെ നെഹ്റു കുടുംബം എന്ന് പോലും അദ്ദേഹം വിളിക്കത്തില്ല. അതിനവർക്ക് യോഗ്യതയില്ല. അവരെ വെറും രാജീവ് ഗാന്ധി കുടുംബം എന്ന് മാത്രമേ വിളിക്കൂ എന്നാണ് അദ്ദേഹം പറയുന്നത്. നെഹ്റു കുടുംബത്തിൽപ്പെട്ടവരെ ഗാന്ധി എന്ന സർനെയും എടുത്തതിനെ പറ്റി വലിയ ആക്ഷേപം ഉണ്ടായിരുന്നു. പക്ഷെ അവരിപ്പം നെഹ്റു കുടുംബം എന്ന് പോലും പറയാൻ പാടില്ല എന്നാണ് ഈ ബുദ്ധിമാൻ പറയുന്നത്. നെഹ്റുവിന്റെ മകള് ഇന്ദിരാഗാന്ധി, ഇന്ദിരാഗാന്ധിയുടെ മകൻ രാജീവ് ഗാന്ധി, രാജീവ് ഗാന്ധിയുടെ 2 മക്കള് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും. പക്ഷെ അവരെ നെഹ്റു കുടുംബം എന്ന് പോലും വിളിക്കാൻ പറ്റത്തില്ല. ആ സമീപനമാണ് ഇപ്പോഴും കേരളത്തിലെ സഖാക്കള് രാഹുൽ ഗാന്ധിയോടും കോൺഗ്രസിനോടും വെച്ചു പുലർത്തുന്നതെന്ന് ഓർക്കുമ്പോഴേ പിന്നെന്താ കൂടുതൽ പറയുക? ഈ നെഹ്റു ഫാമിലി എന്ന് വിളിക്കുന്നതിൽ എന്താണ് തടസ്സമെന്ന് മനസ്സിലായില്ല. ഇടയ്ക്ക് സോണിയാഗാന്ധി വന്നതുകൊണ്ടാണോ ഇച്ചിരിക്കാരി? അതാണോ പ്രശ്നം? അതാണോ ഇഷ്ടപ്പെടാതെ പോയത്? സഖാക്കൾ ഒരു കാര്യം ഓർക്കണം, ഇന്ന് ഇന്ത്യയില് ദേശീയ രംഗത്ത് RSS-നും BJP-ക്കും സംഘപരിവാരത്തിനുമെതിരെ, മോഡി സർക്കാരിനെതിരെ, അവരുടെ നടപടികൾക്കെതിരെ, അവരുടെ പ്രവർത്തികൾക്കെതിരെ ഇതുപോലെ എഴുന്നേറ്റ് നിന്ന് നെഞ്ചുവിരിച്ച് ചങ്കൂറ്റത്തോടുകൂടി ശക്തമായി സംസാരിക്കുന്ന വേറൊരു നേതാവ് ആരാണുള്ളത്? ഏത് പാർട്ടിയിലാണുള്ളത്? ഇത്ര ധൈര്യത്തോടുകൂടി സംസാരിക്കുന്നു. അദ്ദേഹത്തിന്റെ ജീവനിൽ പോലും ഭയമില്ലാതെയാണ് ചെയ്യുന്നത്. ഇന്ന് RSS-ന്റെയും BJP-യുടെയും പ്രധാന ശത്രു ആരാണ്? രാഹുൽ ഗാന്ധി അല്ലേ? എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെയും CBI-യെയും ഭയപ്പെടാതെ അദ്ദേഹം എഴുന്നേറ്റ് വന്ന് BJP-ക്കും മോദിക്കും RSS-നുമെതിരെ സംസാരിക്കുന്നില്ലേ? അത് നിങ്ങൾ കാണുന്നില്ലേ? അതുപോലെ ഒരാളെ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാനുണ്ടോ? അദ്ദേഹം സംസാരിക്കുന്നത് ആർക്ക് വേണ്ടിയാ? അദാനി അടക്കമുള്ള കോർപ്പറേറ്റുകൾക്കെതിരെ ഇതുപോലെ തുറന്ന് എതിർത്ത് സംസാരിക്കാൻ പറ്റുന്ന എത്ര നേതാക്കൾ? അദ്ദേഹം സംസാരിക്കുന്നത് സാധാരണക്കാർക്ക് വേണ്ടിയാ, പാവപ്പെട്ടവർക്ക് വേണ്ടിയാ. സംശയമുണ്ടോ? അദ്ദേഹത്തിന്റെ സാമ്പത്തിക ചിന്തകൾ, നയങ്ങൾ ഒരു വലതുപക്ഷമാണോ? നിങ്ങളെങ്ങനെ കരുതുന്നുണ്ടോ? ജനങ്ങൾക്കിടയിൽ ഇതുപോലെ ഇഴുകിച്ചേരുന്ന മറ്റൊരു നേതാവ് അറിയാനാണുള്ളത്? നോക്കൂ, ഭാരത് ജോഡോ യാത്ര കന്യാകുമാരിയിൽ നിന്ന് കാശ്മീർ വരെ, മണിപ്പൂർ മുതൽ മഹാരാഷ്ട്ര വരെ എത്ര കിലോമീറ്ററുകൾ കാൽനടയായി ഇതുപോലെ ഒരു യാത്ര നടത്താൻ, ഇന്ത്യയിലെ പ്രധാനപ്പെട്ട പ്രദേശങ്ങളെ മുഴുവൻ ബന്ധിപ്പിച്ചുകൊണ്ട് ഇതുപോലൊരു യാത്ര നടത്താൻ കഴിയുന്ന എത്ര നേതാക്കൾ ഇന്ന് ഇന്ത്യൻ രാഷ്ട്രീയത്തിലുണ്ട്? രാഹുൽ ഗാന്ധി അല്ലാതെ. ആ രാഹുൽ ഗാന്ധിയെ നിങ്ങൾക്ക് വേണമെങ്കിൽ അംഗീകരിക്കാം, നിങ്ങൾക്ക് എതിർക്കാം, പിന്തുണയ്ക്കുകയും ഒക്കെ ചെയ്യാം. പക്ഷേ ഈ കാര്യത്തിലെങ്കിലും നമ്മുടെ ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ വേരറുക്കാൻ പോന്ന ഒരു വലിയ അഴിമതി കണ്ടുപിടിക്കുമ്പോൾ അതിനൊപ്പം നിങ്ങൾ നിൽക്കേണ്ടതല്ലേ? സഖാക്കൾ നിൽക്കേണ്ടതല്ലേ? CPM നിൽക്കേണ്ടതല്ലേ? എന്താണ് നിങ്ങൾക്ക് മടി? ഈ രീതിയിൽ BJP മുന്നോട്ട് പോയാൽ ഇവിടെ ജനാധിപത്യം ബാക്കി ഉണ്ടാവുമെന്ന് നിങ്ങൾ ആരെങ്കിലും കരുതുന്നുണ്ടോ? രാഹുൽ ഗാന്ധിയെ പുറത്തു കൊണ്ടുവന്ന ഈ വോട്ട് കൊള്ള, അത് തീ പോലെ ഇന്ത്യയിലാകമാനം പടർത്തണം. അത് വോട്ട് കൊള്ളയിലൂടെയാണ് BJP അല്ലെങ്കിൽ NDA അല്ലെങ്കിൽ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നത് എന്ന് തെളിയിക്കാനുള്ള ഒരു പോരാട്ടമായിരിക്കണം. അത് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ഒരു രക്ഷാമാർഗമായി മാറണം. അതിന് സഖാക്കൾ അടക്കമുള്ളവർ ഒന്നിച്ച് നിൽക്കണം. അതാണ് കാലഘട്ടം ആവശ്യപ്പെടുന്നത്.